പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു സമയം, കർത്താവിൻ്റെ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ദൈവത്തിൽ നിന്നും നാം ശക്തി സംഭരിക്കുന്ന സമയം. നമുക്ക് അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ലോകം മുഴുവനും ആവശ്യമായിട്ടുള്ള കൃപകൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന എല്ലാ രോഗികളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയം ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളൊന്ന് ചേർന്നങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങേ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും അവിടുത്തെ പക്കലേക്ക് ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിനും സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ തൂമ്പ് തുറക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ നാമത്തിൽ സഹനങ്ങൾ, കഷ്ടതകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ തൂമ്പ് അവിടെ തുറക്കപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മളാരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല വെട്ടിയൊരുക്കൽ, അതുപോലെ തന്നെ സഹനത്തിലൂടെ കടന്നു പോകുന്നത്. അതൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. റോമാലേഖനം 5-ാം അധ്യായം 4-5 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടത നമുക്ക് സഹനശീലം തരും, സഹനശീലം നമുക്ക് ആത്മധൈര്യം തരും, ആത്മധൈര്യം നമുക്ക് പ്രത്യാശ പകർന്നു തരും, പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. അവരവസ്ഥയിലെത്താൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഈ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകണം. ഈ സ്റ്റെപ്സ് കയറിയാണ് അവിടെ നമുക്ക് ചെല്ലാൻ പറ്റുക. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് കഷ്ടത. കഷ്ടത നമുക്ക് നമ്മുടേതായിട്ടുള്ള വീഴ്ചകൾ കൊണ്ടുവരാം. നമ്മുടെ പാപം മൂലം നമുക്ക് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ വരാം. ഇതല്ല, ദൈവകരുണ ഒരുപാട് വർഷിക്കപ്പെടുന്നത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കഷ്ടതകൾ സഹിക്കേണ്ടി വരുമ്പോൾ അത് സന്തോഷത്തോടെ എടുക്കുന്നതിലൂടെയാണ്. പത്രോസ്ലീഹ പറഞ്ഞ ഒരു കാര്യമാണ്, നന്മ ചെയ്താലും ചിലപ്പോൾ നമ്മൾ കഷ്ടതകൾ സഹിക്കേണ്ടതായി വരും. നന്മ ചെയ്തിട്ടും കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ ഭേദം. തിന്മ ചെയ്ത് അതിൻ്റെ പേരിൽ വരുന്ന കഷ്ടതയുടെ മുമ്പിൽ ദൈവം കരുണ കാണിക്കണമെന്നില്ല. പക്ഷേ നന്മ ചെയ്യുന്നവർ കഷ്ടത സഹിക്കേണ്ടി വരുമ്പോൾ അത് എടുക്കേണ്ട പോലെ എടുക്കുന്നെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കൃപയും കരുണയും സമൃദ്ധമായി വർഷിക്കപ്പെടും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട ഏതാനും ചില വചനഭാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയും നല്ല ജീവിതവുമൊക്കെ ഉണ്ടായിട്ട് സഹനങ്ങൾ നമ്മളെ വിടാതെ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ നേഴ്സ് പറഞ്ഞൊരു കാര്യം, അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരികളൊക്കെ ഉല്ലസിച്ച് നടന്ന് വേണേ സിനിമ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ക്ലബിൽ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവള് പ്രാർത്ഥിച്ചിരുന്നവളാണ്. അവരുടെ കൂടെ കൂടാതെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നവർ. പക്ഷെ അവൾ പറഞ്ഞൊരു കാര്യം,
ഞങ്ങളെല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. പക്ഷേ ഈ പ്രാർത്ഥനയെല്ലാം ഉണ്ടായിരുന്ന എൻ്റെ മാത്രം ഭർത്താവ് അത്ര നല്ല സ്വഭാവം അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയെന്ന് പറയാൻ പറ്റത്തില്ല. അതിനേക്കാൾ നല്ലത് അവർക്ക് കിട്ടിയ ഭർത്താവ്. അതാണ് അവൾ പറഞ്ഞത്. അപ്പം ഞാൻ ഈ കണ്ട പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അങ്ങനത്തെ ഒരു മാനുഷികമായ ചിന്ത ചിലപ്പോൾ നമ്മളെ ഭരിക്കാവുന്നതാണ്. അവിടെയെല്ലാം ഏതാനും വചനഭാഗങ്ങൾ നമുക്ക് തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു കാര്യം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെ നമ്മൾ കാണുന്നത് കഷ്ടതയിൽ കരയുന്നവരോട് ദയ തോന്നുന്ന, കരുണ തോന്നുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആരായിരുന്നു ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കരയുന്ന വ്യക്തികൾ, കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികൾ? ഇസ്രായേൽക്കാർ. അവർ ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിയുന്ന ആ സമയം അവരവിടെ കിടന്ന് കരയുന്നത്, ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്, അങ്ങനെ ഒരു രംഗം കാണാൻ പറ്റും. എങ്ങനെയാണ് ദൈവം അതിനെ കണ്ടത്, അവരുടെ കരച്ചിലും ക്ലേശങ്ങളും കണ്ടത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മോശയോട് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ അതിപ്രകാരമാണ്: അവരുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ദൈവം കണ്ടു. നമ്മൾ സഹിക്കുമ്പോൾ നമ്മുടെ ക്ലേശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. വീണ്ടും അവരുടെ ദീനരോദനം ഞാൻ കേട്ടു. നമ്മൾ കരഞ്ഞാൽ ആ കരച്ചിൽ ദൈവം കേൾക്കും. ദൈവം അത് കേൾക്കാതെ പോകത്തില്ല. അതാണ് ഇവിടെ കാണുക. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഇതെല്ലാമാണ് പുറപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുക ഈ 3 കാര്യങ്ങളാണ്. അവരുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പറയുന്നുണ്ട്, നാം വേദനിക്കുമ്പോൾ നമ്മെ അറിയുന്നൊരു ദൈവം, കഷ്ടപ്പെടുമ്പോൾ നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ കഷ്ടത എടുക്കേണ്ടതുപോലെ എടുക്കുമ്പോൾ ഇതുപോലെ ദൈവം പ്രവർത്തിക്കുന്നത്, പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേൽ ജനം അവർക്ക് മനസ്സിലായി, അവർ ദൈവത്തെ മാനിക്കേണ്ടതുപോലെ മാനിക്കാതിരുന്നപ്പോൾ പല ക്ലേശങ്ങളും ദുരിതങ്ങളും അവർക്കുണ്ടായി. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. പക്ഷെ നമ്മൾ കാണുകയാണ്, അവരെളിമപ്പെട്ടു, അവരനുദപിച്ചു, അവർ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു, അവരുടെ മേൽ കർത്താവ് കരുണ വർഷിച്ചു. അവരുടെ സഹനങ്ങൾ നീങ്ങിപ്പോകുന്ന ഒരു രംഗം അധ്യായം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേലിനോട് ഷണ്ടന് അലിവ് തോന്നുന്ന ഒരു രംഗം ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ ജോസഫ് ആണേലും ജയിലിൽ കിടക്കുന്ന ഒരു രംഗം കാണാൻ സാധിക്കും. അവിടെ ജോസഫിനോട് അവൻ്റെ കൂടെ കിടന്നവർക്ക് അലിവ് തോന്നാൻ ദൈവം ഇടവരുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഒരുപക്ഷെ ചില സഹനങ്ങൾ, തിരസ്കരണങ്ങൾ, അങ്ങനെയുള്ള ഒറ്റപ്പെടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്നും പറഞ്ഞ് അവിടെ ഒച്ചമ്പവളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനേക്കാൾ ഫലപ്രദമായ ഒരു കാര്യം ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ നമ്മുടെ കൂടെ താമസിക്കുന്ന വ്യക്തികളിലാണേലും ദൈവം വരുത്തേണ്ട മാറ്റം വരുത്തി കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളെ അംഗീകരിക്കാൻ എളുപ്പമാകുന്നത്, സ്നേഹിക്കാൻ എളുപ്പമാകുന്നത്, നമ്മോട് കരുണ കാണിക്കാൻ അവർക്ക് എളുപ്പമാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-16 വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ആ ഒരു മനോഭാവം. എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. ദൈവം ഇത് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനിത് തോന്നാവുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം.
ദൈവത്തിന് തോന്നാവുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. ലൂക്കായുടെ സുവിശേഷം 17:8 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. രാവും പകലും കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കാതിരിക്കുമോ? അപ്പം അതുകൊണ്ട് ദൈവത്തിന് കരുണ തോന്നണം, ദൈവത്തിന് ദയ തോന്നണമെങ്കിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ കയ്യും കെട്ടിയിരുന്നിട്ട് ദൈവം പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉള്ളൊരുകി പ്രാർത്ഥിക്കേണ്ടത് നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഇനി അങ്ങനെയുള്ളിടത്ത് അതിന് പരിഹാരം എന്ന് പറയുന്നത് ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനയാണ്. ചില കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഒട്ടും പ്രാർത്ഥിക്കാതിരിക്കുന്നത്. അതാണ് നമ്മുടെ തെറ്റ്. അതിന് പകരം നമുക്ക് കൂടുതൽ ആവശ്യങ്ങളുണ്ട്, ദൈവം ഇടപെടണം എന്നുള്ള ബോധ്യത്തോടുകൂടി ഉള്ളൊരുകി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം നമുക്കായി പ്രവർത്തിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാവും. 1 മക്കബായർ 2-ാം അധ്യായം 53-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാനാണ് നമുക്ക് സാധ്യത കൂടുതൽ. അവിടെ ആ സാഹചര്യത്തെ എടുക്കേണ്ട പോലെ എടുക്കുന്നതിനേക്കാൾ തെറ്റായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാം. എല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ എന്നുള്ള ചിന്തകൾ വരാം. ഇവിടെ നമ്മൾ കാണുകയാണ് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കാര്യം. അവന് ഒരു തെറ്റും ചെയ്തില്ല, നന്നായിട്ട് ജീവിച്ചവൻ, ദൈവത്തിൻ്റെ ദർശനമുണ്ടായിരുന്നവൻ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ കണ്ടവൻ, ഇങ്ങനെ ഒരുപാട് ആത്മീയ തലത്തിൽ ഉയർന്നു നിന്ന ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ ജോസഫ്. പക്ഷെ നമ്മൾ കാണുകയാണ് അവനും ജയിലിൽ കിടക്കേണ്ടി വന്നു. പോത്തിഫറിൻ്റെ ഭാര്യ തെറ്റായ രീതിയിൽ അവനെ സമീപിച്ചു. പിന്നീട് അവനെ കുറ്റക്കാരനാക്കി കുറ്റാരോപണം നടത്തി അവൻ ജയിലിൽ പോയി കിടക്കുന്ന രംഗം വരെ നമുക്ക് കാണാൻ പറ്റും. അവിടെ എത്തിയിട്ടും ജോസഫിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, കൽപ്പനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവനാണ്. അവന് പ്രതികൂലങ്ങൾ വന്നു, അനാവശ്യമായിട്ടുള്ള പല സഹനങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷെ അവൻ കൽപ്പനകൾ പാലിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധാലുവാൻ. നമ്മളാണ് എന്ത് വിചാരിച്ചത്? ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെയാണ്. പ്രാർത്ഥിക്കാതിരിക്കുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനെന്തിനാ ഇതിന് മാത്രം വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക? അങ്ങനെ പ്രതികരിക്കുന്ന മാനുഷികമായ ചിന്തകൾ ഭരിക്കുന്ന അവസ്ഥ, പൈശാചികമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെയാണ് നമ്മൾ ശരിക്കും ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവകരുണ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരാണ് എന്ന് തെളിയിക്കേണ്ടത്. ഈ സാഹചര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണയ്ക്ക് ഉപകരിക്കും എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ദാവീദിനെ നീച, പട്ടി എന്നൊക്കെ വിളിച്ച് അവനെ കുറ്റപ്പെടുത്തുന്ന സമയത്തും ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അങ്ങനെ കുറ്റപ്പെടുത്തിയവരെ കൊല്ലാൻ പോലും റെഡിയായതാണ്. ദാവീദ് പറഞ്ഞു, നോ, അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. ഒരുപക്ഷെ ദൈവം അവരെ വിട്ടതായിരിക്കാം, ദാവീദിനെ ശപിക്ക് എന്ന് പറഞ്ഞ് അതവർ ചെയ്യട്ടെ. ഞാൻ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ കർത്താവിന് എന്നോട് കരുണ തോന്നിയേക്കാം. ആ സഹനം ഞാൻ എടുക്കേണ്ടതുപോലെ എടുക്കുന്നെങ്കിൽ കർത്താവിന് എന്നോട് കരുണ തോന്നിയേക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ സഹനങ്ങൾ എടുത്താൽ ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്കറിയാവുന്ന എല്ലാ രോഗികളെയും ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ആശുപത്രികളിൽ കഴിയുന്നവർ, ICUയിലും വെന്റിലേറ്ററിലും ഒക്കെ കഴിയുന്നവർ, സർജറിക്ക് വിധേയപ്പെടുന്നവർ, അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബത്തെയും, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.